നമസ്കാരം കൂട്ടുകാരെ. സദ്യ സ്റ്റൈൽ കോട്ടയം ടിപ്പിക്കൽ ഇഞ്ചിക്കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. നല്ല എരിവുള്ള, മാസങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന എൻ്റെ വല്യമ്മച്ചി പഠിപ്പിച്ച റെസിപ്പിയാണിത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. 1 പിടി കറിവേപ്പിലയും കൂടെ ചേർക്കുക. ഇത് വഴന്നു വരുമ്പോഴത്തേക്കും 1/2 കപ്പ് ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ടിപ്പിക്കൽ കോട്ടയം സ്റ്റൈൽ ഇഞ്ചിക്കറിയിൽ വെളുത്തുള്ളി ചേർക്കത്തില്ല, പച്ചമുളക് ചേർക്കത്തില്ല, ചുമന്ന ഉള്ളിയും ചേർക്കത്തില്ല. ഈ ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കത്തുള്ളൂ, പഞ്ചസാരയും ചേർക്കത്തില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. തീയെ ഏറ്റവും ലോയിലേക്കിടുക. പച്ചമണം മാറുന്നത് വരെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാതെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചമണം മാറി വരുമ്പോഴേക്കും ഏകദേശം 25 ഗ്രാം പിഴിയുന്ന പുളി ഒരു 10 മിനിറ്റോളം ചെറിയ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്. 1/2 കപ്പ് വെള്ളത്തിലാണ് ഇത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. മൊത്തം 3/4 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും തീ ഏറ്റവും കുറച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് ഇത് വറുത്തതിന് ശേഷം പൊടിക്കേണ്ട ആവശ്യവുമില്ല. ചുമന്ന ഉള്ളി ചേർക്കാത്തത് കൊണ്ട് മാസങ്ങളോളം ഇത് കേടാകാതെയും ഇരിക്കും. അതുപോലെ പഞ്ചസാര ഇതിൽ ചേർക്കത്തുമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.